Hey everyone, welcome back to my channel. ഇന്ന് നമുക്കൊരു ഏർലി മോർണിംഗ് സ്റ്റഡി വ്ലോഗ് കണ്ടാലോ. ആക്ച്വലി ക്രിസ്മസ് എക്സാം ഭയങ്കര ക്ലോസ് ആണ്, എത്താനായിട്ടുള്ള ഒരു ആഴ്ചയും കൂടി ഉള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഞാൻ മുന്നേ ടൈം ടേബിൾ ഉണ്ടാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൻഡ് ആ ടൈം ടേബിളിനനുസരിച്ചാണ് ഞാൻ പോകുന്നത്. അപ്പോൾ റിവിഷൻ ആയിട്ടില്ല, അതിന് മുന്നേ ഉള്ളതാണിത്. അതായത് എനിക്ക് കുറച്ച് ക്ലാസ് ഉണ്ട്, ബാക്ക്ലോഗ്സ് ഉണ്ട്. അപ്പോൾ അത് കണ്ടു തീർക്കാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ മാധവ് സാറിൻ്റെ കെമിസ്ട്രിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കെമിസ്ട്രി എനിക്ക് ലാസ്റ്റത്തെ ഒരു ചാപ്റ്റർ ഉണ്ട്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ആ ഒരു ചാപ്റ്ററിൻ്റെ ക്ലാസ്സാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ റിവിഷൻ്റെ മുന്നിലുള്ള ലാസ്റ്റ് ക്ലാസ്സാണ്. അതിനുശേഷം ഞാൻ റിവിഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പ്ലീസ് ഡു ലെറ്റ് മീ നോ അബൌട്ട് യുവർ സിറ്റുവേഷൻ. അതായത് നിങ്ങളിപ്പോൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തോ, അല്ലെങ്കിൽ സ്റ്റിൽ സ്റ്റഡിങ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ബാക്ക്ലോഗ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തോ, ബാക്ക്ലോഗ്സ് ഇനിയുണ്ടോ, എന്താ അവസ്ഥ എന്നൊക്കെ. എൻ്റെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് എ ഗുഡ് റിലീഫ്. എങ്കിലും എനിക്ക് ചിലതൊക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എല്ലാം കൂടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ബട്ട് ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. ഇനിയിപ്പോൾ റിവിഷനാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. പഠിക്കാതെ അത് അങ്ങനത്തെ നിന്നോട്ടെ ഞാൻ വിചാരിച്ചു. അതിനുശേഷം സ്കിൻ കെയർ ചെയ്തു. ഓഫ് കോഴ്സ് സ്കിൻ കെയർ മസ്റ്റ്. ഞാൻ മോർണിംഗ് അങ്ങനെ ചെയ്യാറില്ല, ഇപ്പോൾ തണുപ്പൊക്കെയല്ലേ, അതുകൊണ്ട് ഡ്രൈനെസ് ഫീൽ ചെയ്യേണ്ട വിചാരിച്ച് ഞാൻ ചെയ്തതാണ്. പിന്നെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തീരെ നോക്കാറില്ല ഗൈസ്, സീരിയസ്ലി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇടുന്ന കണ്ടാൽ തന്നെ മനസ്സിലാവും, അത്രയ്ക്കും റെയറായിട്ടാണ് ഞാൻ ഇടാറ്. അപ്പോൾ ഞാനിത് രാവിലെ ലാപ്പിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും നമ്മളെ സ്റ്റുഡിയോൻ്റെ എല്ലാ ഡീറ്റെയിൽസും. അപ്പോൾ അങ്ങനെ കുറച്ചൊരു റിസർച്ചിങ് ഒക്കെ ചെയ്തു, എന്താണ് നല്ലതെന്നും അങ്ങനെ ചെറിയ റിസർച്ചിങ്. ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ എനിക്ക് ഈ ചാനലിനെ കുറിച്ച് നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ചെക്കിങ് ചെയ്തു. അതിനുശേഷം വീണ്ടും ബാക്ക് ടു ഓർഗാനിക് കെമിസ്ട്രി. അത് 4-5 പാർട്ടുണ്ട്, അപ്പോൾ അത്രയും കണ്ടു തീർക്കണ്ടേ. അങ്ങനെ ഫസ്റ്റ് പാർട്ട് എങ്ങാനുമാണ് മോർണിംഗ് ഞാൻ കണ്ടത്, ബാക്കിയുള്ള പാർട്സ് ഇങ്ങനെ കണ്ട് തീർക്കുകയാണ്. പിന്നെ ഇതിൻ്റെ നടുവിലൊക്കെ ഞാൻ കുറേ ഗ്യാപ്സ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ ആ ഗ്യാപ്പൊന്നും കാണിച്ചു തരുന്നില്ല എന്നുള്ളൂ. അല്ലാതെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ അത്രയും ഹവേഴ്സോളം ഞാൻ ഇരുന്ന് പഠിക്കുന്ന ഒരാളല്ല. എനിക്ക് ഭയങ്കര കുറവാണ് അറ്റൻഷൻ സ്പാന്. കാരണം ഈ റീൽസൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ കുറവാണ്. പക്ഷേ എനിക്ക് എക്സാം ഉള്ളതുകൊണ്ടും വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടും ഞാൻ മാക്സിമം ഇരുന്ന് പഠിക്കാൻ, മീൻസ് ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ റീൽസൊക്കെ കാണുന്ന കുറച്ചാൽ തന്നെ പകുതിയോളം നിങ്ങളുടെ അറ്റൻഷൻ സ്പാന് കൂടും. സീരിയസ്ലി ഞാൻ ഓണം എക്സാമിന് പോലും ഇത്രയ്ക്ക് നല്ലോണം പ്രിപ്പയർ ചെയ്തില്ല. ഓണം എക്സാം വരെ ഞാൻ തലേദിവസം ഇരുന്നിട്ട് പലതും പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈ സെൽഫ്. നിങ്ങളും ഇതേപോലെ ആക്ച്വലി നമ്മൾ മുന്നേ പഠിച്ചിട്ട് റിവിഷൻ ചെയ്തിട്ട് ജസ്റ്റ് എക്സാമിന് തലേദിവസം എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, ഗൈഡിലുള്ളത് അത്ര മാത്രം ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് എക്സാംസ് ഒക്കെ ഭയങ്കര ക്ലോസ് ആണ്. അതായത് 16-ാം തീയതി തുടങ്ങിയിട്ട് ഭയങ്കര ഒരു ഫ്ലോയിലാണ് എക്സാം പോകുന്നത്, ഒരു ദിവസം പോലും ഗ്യാപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ ചിന്തിക്കേണ്ട, ജസ്റ്റ് റിവിഷൻ ചെയ്യുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് എനിക്ക് കെമിസ്ട്രി ഒക്കെ ഭയങ്കര ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്. ഞാൻ എത്ര പഠിച്ചാലും എനിക്ക് മാർക്ക് കിട്ടാത്തൊരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. ഫിസിക്സ് ഒക്കെ വലിയ കുഴപ്പമില്ല, മാത്സ് എനിക്ക് പേടിയാണ്, പക്ഷേ എനിക്ക് അത്യാവശ്യം മാർക്ക് കിട്ടാറുണ്ട്. കെമിസ്ട്രി ഒക്കെ ഞാൻ മാക്സിമം നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് പറ്റുന്ന പോലെ. ഓർഗാനിക്കൊക്കെ ഞാൻ തലകുത്തൻ ഇരുന്നിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഹാർഡ് വർക്ക് എടുത്തിട്ടാണ് ഞാൻ ഓർഗാനിക് പഠിച്ചത്. ബട്ട് സ്റ്റിൽ ഞങ്ങളെ മിസ് എനിക്ക് മാർക്ക് ഇട്ട് തന്നില്ല. ഐ ഡോണ്ട് നോ വൈ. ഞാൻ സാറ് ക്ലാസ്സിൽ എന്താണ് പഠിപ്പിച്ചത് അതേപോലെ തന്നെ എഴുതിയത്, ബട്ട് സ്റ്റിൽ ഷീ ഡിഡ്ന്റ് ഗേവ് മീ മാർക്ക്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എനിക്ക് കെമിസ്ട്രി തീരെ ഇഷ്ടമല്ലാത്തത്. ഇപ്പം ഞാൻ കറൻ്റ്ലി റേ ഓപ്റ്റിക്സ് കംപ്ലീറ്റ് ചെയ്യാണ്. വേ ഓപ്റ്റിക്സും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിയാനായിട്ടുണ്ട് ഈ വോയിസ് ഓവർ ചെയ്യുന്ന ടൈമിൽ. ഇനി അടുത്ത ചാപ്റ്ററും കൂടി എനിക്ക് പഠിക്കണമെന്നുണ്ട്, ആറ്റംസ്. പക്ഷേ എനിക്ക് എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല, ബിക്കോസ് എക്സാംസ് ഭയങ്കര ക്ലോസ് ആയി. ഇപ്പോൾ റിവിഷൻ എന്തായാലും ചെയ്യണം. അപ്പം ഞാൻ ലൈക്ക് പഠിച്ചത് മതി, നമുക്ക് പഠിച്ചു തന്നെ നല്ല വൃത്തിക്ക് പഠിക്കാം, അല്ലാതെ വെറുതെ ചാപ്റ്റർ തുടങ്ങിയിട്ട് കംപ്ലീറ്റ് ചെയ്യാതെ എന്നാൽ വലിയ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചു. ആൻഡ് അടുത്തത് ഞാൻ സുവോളജി കാണണം. സുവോളജി ഏത് ചാപ്റ്ററാണെന്ന് ഞാൻ എഴുതിയിട്ടുണ്ടാവും, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് ഞാൻ ഇന്ന് കംപ്ലീറ്റ് ആക്കുകയാണ്. കാരണം എക്സാമിന് സുവോളജി ഞാൻ കുറച്ച് ബാക്കിലാണ്. ലൈവ് ഒരു ചാപ്റ്ററും കൂടി എനിക്ക് കാണാനുണ്ട്. ഇവൻ ദോ സ്കൂളിൽ എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് സൈലത്തിൽ ഈ സാർ എടുത്താലേ മനസ്സിലാവൂ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. സൈലത്തിൽ കുറച്ച് ടീച്ചേഴ്സ് അവരെടുത്താലേ എനിക്ക് മനസ്സിലാവും. അഥവാ അവരുടെ ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പേൾ വീഡിയോ പോയിട്ട് ക്ലാസ് കാണും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. കാരണം ചില ടീച്ചേഴ്സ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് ചില ചാപ്റ്റേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലൈക്ക് ബയോളജിയൊക്കെ മനസ്സിലാക്കി പഠിക്കുന്ന ഒരാളാണ്, കാണാപ്പാഠം പഠിക്കുന്ന ആളല്ല. അതുകൊണ്ട് എനിക്കതേ വർക്കാവും. അതിനുശേഷം കുറച്ച് ഫിസിക്സ് റെക്കോർഡ് ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്കൂളിൽ സബ്മിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ചും കൂടി കംപ്ലീറ്റ് ചെയ്യാണ്ടായിരുന്നു. സോ ഞാൻ വേഗം വരച്ചു, ഗ്രാഫൊക്കെ വരച്ചു, കുറച്ച് എഴുതുകയാണ്. അങ്ങനെ അത് കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്, ഒരു 5-4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ്
എനിക്ക് നല്ലതായിട്ട് ക്രേവിങ്സ് വന്നത്. സോ എനിക്കിപ്പോൾ ലേസ് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല, ബിസ്ക്കറ്റ്സ് ന്യൂഡിൽസ് ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ വെറുതെ തപ്പിയപ്പോൾ കുറച്ച് ഹെൽത്തിയർ ഓപ്ഷൻസ് ആയിട്ടുള്ള കുറച്ച് ചിപ്സ് കണ്ടു. സോ ഞാൻ അതെല്ലാം വാങ്ങിച്ചു. ഇറ്റ് വാസ് റിയലി ഡെലീഷ്യസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഹായ് എവ്രി വൺ. സോ ഞാൻ കുറച്ച് അപ്ഡേറ്റ്സ് തരാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടൈം ടേബിളൊക്കെ കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റുമോ, എവിടെ എത്തി സ്റ്റഡീസ് എന്നൊക്കെ. സോ എൻ്റെ ആൻസർ ഇസ് ലൈക്ക്, ഞാൻ ഷെയർ നിങ്ങൾക്ക് ഓൺലി ദിസ് മച്ച്. ആ റിവിഷൻ്റെ മുകളിലുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. എനിക്കിനിയും ഫിസിക്സ് ഒരു ചാപ്റ്റർ അല്ല 2 ചാപ്റ്റർ ആക്ച്വലി 2 ചാപ്റ്റർ അതിൻ്റെ ആവശ്യമില്ല ആക്ച്വലി, വേവ് ഒപ്റ്റിക്സ് വരെ എക്സാമിനുള്ളൂ. സോ അത് മാത്രം നോക്കിയാൽ മതി എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഡുവൽ നേച്ചർ ഉണ്ടോ അറിയില്ല, ഓക്കെ അറിയില്ല. പിന്നെ പറഞ്ഞാൽ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, അതും പിന്നെ ഇക്കോസിസ്റ്റം, അതേപോലെ തന്നെ 3D. ഇത് കുറച്ച് ചാപ്റ്റേഴ്സ് എനിക്ക് പഠിക്കാനുണ്ട് സ്റ്റിൽ. പ്രശ്നം എന്താ വെച്ചാൽ 2 ദിവസം ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. ക്ലാസ് ഉള്ള ദിവസമായിരുന്നു. അത് മോർണിംഗ് ആൻഡ് നൈറ്റ് ക്ലാസ് കാണേണ്ടതായിരുന്നു. ഐ കുഡിൻ്റ്, അതാണ് സത്യം. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ബാലൻസ് കുറേ നിന്ന് ഇത്രയും വലുതായതാണ്. സോ നിങ്ങളും ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ ടൈം ടേബിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഞാനത് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ലൈക്ക് മൺഡേ എനിക്ക് ആക്ച്വലി റിവിഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡേ ആണ്. ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് മൺഡേ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് മൈക്രോബ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും ഇഫ് ഐ ട്രൈ മൈ ബെസ്റ്റ്. പിന്നെ ഇക്കോസിസ്റ്റം എന്തായാലും ഞാൻ കംപ്ലീറ്റ് ആക്കും. ഫിസിക്സ് ഓർ സുവോളജി, ഇതിലേതെങ്കിലും ഒന്നേ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. ബട്ട് ഐ വിൽ ബി ട്രൈങ് മൈ ബെസ്റ്റ്. നാളെ എന്തായാലും ക്ലാസ് ഉണ്ട് മൺഡേ. സോ മൺഡേയും കൂടി എടുത്തിട്ട് ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ട് ദെൻ ഫുൾ റിവിഷൻ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.